പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 PG അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം അഡ്മിഷനുമായി ബന്ധപ്പെട്ട തീയതികളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 13 അത് വിദ്യാർത്ഥികളുടെയൊക്കെ നിർദ്ദേശപ്രകാരം, വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ജൂൺ 19 വരേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 19. ജൂൺ 23 ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ജൂൺ 23 ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്താൽ 24 തീയതിയും 25 തീയതി വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ എഡിറ്റിങ്ങിനുള്ള സൗകര്യമായിരിക്കും. വിദ്യാർത്ഥികൾ ഇപ്പോൾ കൊടുത്ത അപേക്ഷയിൽ എന്തൊക്കെ തിരുത്തലുകൾ വരുത്താനുണ്ടോ ആ കാര്യങ്ങളൊക്കെ തിരുത്തൽ വരുത്താൻ സാധിക്കും. എന്നാൽ പേര്, +2 രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ആധാർ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID എഡിറ്റിങ്ങിൽ തിരുത്താൻ സാധിക്കില്ല. ലിങ്ക് ഫോർ നോൺ BA ഇംഗ്ലീഷ് കാൻഡിഡേറ്റ് ടു പ്രൊവൈഡ് അറ്റൻഡൻസ് കൺഫർമേഷൻ ഫോർ MA ഇംഗ്ലീഷ് എൻട്രൻസ് എക്സാമിനേഷൻ. MA ഇംഗ്ലീഷിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടായിരിക്കും, പക്ഷേ അവർ BA ഇംഗ്ലീഷ് ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് അവർ എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളതിന് ഉറപ്പ് വരുത്തുന്നതിനുള്ള ലിങ്ക് നൽകുക. 25 തീയതി മുതൽ 27 തീയതി വരെ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിൽ ലഭ്യമായിരിക്കും. ആ സമയത്ത് കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. ജൂൺ 28 തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 28 തീയതി മുതൽ 1 തീയതി വരെ, ജൂലൈ 1 തീയതി വരെ വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതുണ്ട്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത്, നീഡ് നോട്ട് റിപ്പോർട്ട് അറ്റ് ദ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥികൾ എന്ത് ചെയ്താൽ മതി, മാൻഡേറ്ററി ഫീ അടക്കുക. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. 2 തീയതി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിദ്യാർത്ഥികളുടെ കോട്ട റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് 2 തീയതി കൈമാറും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 4 തീയതി പബ്ലിഷ് ചെയ്യും, ജൂലൈ 4. ജൂലൈ 4 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 8 തീയതി വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, ആ വിദ്യാർത്ഥി മാൻഡേറ്ററി ഫീ അടയ്ക്കുക, പിന്നെ പെർമനൻ്റ് അഡ്മിഷന് കോളേജിൽ എത്തിച്ചേരുക. ഓക്കെ, അത് 8 തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അതിന് 7 തീയതി കോളേജുകളിൽ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. 7 തീയതി തന്നെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. 9 തീയതി മുതൽ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, PWD കോട്ട, TLM കോട്ട, സ്പോർട്സ് കോട്ട, അതർ റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് അഡ്മിഷനുകൾ കോളേജിൽ നടക്കും. ജൂലൈ 10 തീയതി ക്ലാസ് തുടങ്ങും. 2025-26 അധ്യയന വർഷത്തേക്കുള്ള ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ് ജൂലൈ 10 തീയതി ആരംഭിക്കും. പിന്നീടുള്ള വേക്കൻറ്റ് സീറ്റിലേക്ക് ഉള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ യൂണിവേഴ്സിറ്റി പിന്നീട് പബ്ലിഷ് ചെയ്യും. 8/9/2025 വരെ അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന സീറ്റ് ഫില്ല് ചെയ്ത് അവസാനത്തെ അഡ്മിഷൻ എന്ന് പറയുന്നത് 8/9/2025. അങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അഡ്മിഷൻ്റെ PG അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരമുള്ള തീയതികൾ. എല്ലാവരും ബാക്കിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് കാത്തിരിക്കുക. നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.